ഹായ് ഫ്രണ്ട്സ്, സിമ്പിൾ ടിപ്പ് ഈസി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ഗ്യാസ് ലാഭിക്കാം, ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു തിളച്ച വെള്ളം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വളരെ അധികം നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്ത്രീകൾ വളരെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് നമ്മളുടെ വീട്ടിൽ ഗ്യാസ് വളരെ അധികം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴുള്ള ശല്യമാണ്, എത്ര നമ്മൾ കളഞ്ഞാലും പോയാലും പാറ്റ നമ്മളെ വീട്ടിൽ നിന്ന് പോവില്ല. പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യമായിട്ട് ഗ്യാസ് ലാഭിക്കാനായിട്ട് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഫ്ലെയിമാണ്. നമ്മളുടെ ഫ്ലെയിം നല്ല കറക്റ്റായിട്ട് ഉണ്ടാകണം. അവിടെ ഇവിടെ ഒരു ഓറഞ്ച് കളർ അങ്ങനെയൊന്നും അല്ല, നല്ല ബ്ലൂ കളറിൽ കത്തണം. എന്നാൽ തന്നെ നമ്മളുടെ എന്ത് നമ്മൾ വെച്ചാലും പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് പറ്റിയ ഒരു വലിയൊരു ചെമ്പിൽ വെള്ളം നിറക്കുക. നമ്മൾ ഇപ്പം ചോറ് വെക്കുന്ന ചെമ്പായാലും കുഴപ്പമില്ല. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ചെമ്പെടുത്തിട്ട് അത് ഫുള്ളായിട്ട് വെള്ളം നിറക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് എന്താ പറയുക, നമുക്ക് ചിന്തിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് 2 മാസത്തോളം ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ചെമ്പ്, ഇപ്പം എൻ്റെ വീട്ടിൽ ഏറ്റവും വലിയൊരു ചെമ്പാണിത്. നമ്മൾ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെമ്പ് മതി നമുക്ക് ഒരു ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള വെള്ളം. അപ്പോൾ ഇത് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം. നമ്മൾ എന്ത് കുക്കിംഗ് ചെയ്യുമ്പോഴും നമ്മൾ മൂടി ഇട്ടിട്ട് വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട്. തിളപ്പിക്കാനാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ മൂടി ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കുക്കായി കിട്ടാനും അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ഈ വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ രാവിലെ തന്നെയാണ് ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും തന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ചായ ഉണ്ടാക്കാം. നമ്മൾ ആ വെള്ളത്തിൽ നിന്നുമാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിപ്പോൾ പത്തിരി ആണെങ്കിലും ഇടിയപ്പമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് തന്നെ, ആ തിളച്ച വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇടിയപ്പത്തിനും എടുക്കുന്നു, ചായ ഉണ്ടാക്കാൻ എടുക്കുന്നു. നമ്മൾ കറികൾ ഉണ്ടാക്കാനാണെങ്കിലും കടലയൊക്കെ നമ്മൾ മസാലയൊക്കെ കൂട്ടി നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ ഈ ചൂട് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് കുക്കായി കിട്ടും, ഗ്യാസ് ലാഭിക്കാം. മനസ്സിലായോ? പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ആ സമയം തന്നെ, ഞാൻ അങ്ങനെയാണ്, ആ സമയം തന്നെ നമ്മൾ ഫിഷൊക്കെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സിങ്കിൽ വളരെ ബാഡ് സ്മെല്ലായിരിക്കും. നമുക്കത് പെട്ടെന്ന് കളയാനായിട്ട് ഒരച്ചൊന്നും കുറേയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ രാത്രി കിടക്കണ സമയങ്ങളിൽ പാത്രം കഴുകി ഏറ്റവും അവസാനം നമ്മൾ പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ കഴുകി എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചുറ്റിനും പാറ്റയുടെ ശല്യം തീരെ ഇല്ലാണ്ടാവും. നമ്മളെ സിങ്കിൽ നിന്നും ഒക്കെയാണ് നമ്മളുടെ വീട്ടിലേക്ക് പാറ്റ വരുന്നത്. ആ സിങ്കിലേക്ക് നമ്മൾ എല്ലാ പാത്രങ്ങളും കഴുകിയതിന് ശേഷം സിങ്കിന് ചുറ്റിനും തിളച്ച വെള്ളം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കൈ വാഷ് ചെയ്യുന്ന സിങ്കിലാണെങ്കിലും രാത്രി ഒന്ന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യം തീരെ ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ പാറ്റയുടെ എന്താ പറയുക, ചെറിയ ഇതൊക്കെ ചെറിയ പാറ്റകളൊക്കെ നമ്മളെ സിങ്കിൻ്റെ സൈഡിൽ വന്നിരിക്കും. നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചോടുകൂടി അതൊക്കെ ചത്ത് പോയിക്കോളും. എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ പാറ്റശല്യം പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പൂർണ്ണമായും അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്പുകളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള സഹായകരമായ ടിപ്പുകളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.